നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കളിക്കുവാൻ വളരെ രസകരമായി തോന്നുന്ന ഒരു റൂക്ക് പോൺ സെൻറ്റ് ഗെയിം വിശകലനം ചെയ്യാം. ആദ്യം നമുക്ക് ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ ബ്ലാക്കിന് ഒരു റൂക്കും വൈറ്റിന് 2 പോണുകളുമാണ് ഉള്ളത്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് വൈറ്റിൻ്റെ പോണുകളെ പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കാത്ത ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. വൈറ്റിൻ്റെ കിങ്ങിന് 2 നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ 2 പോണുകൾക്ക് സംരക്ഷണം നൽകുവാൻ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യുന്നു. റൂക്ക് പോൺ സെൻറ്റ് ഗെയിമുകൾ വളരെ രസകരമാണ്. പല പൊസിഷനുകളിലും ബ്ലാക്കിനാണോ വൈറ്റിനാണോ മുൻതൂക്കം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാറില്ല. ബ്ലാക്കിനാണ് മുൻതൂക്കം എന്ന് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് വൈറ്റ് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുകയോ വിജയിക്കുകയോ ചെയ്യുന്നു. ഇതുപോലെ തിരിച്ചും സംഭവിക്കാറുണ്ട്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. പോൺ C7 C8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ക്യൂവിനെ വാഴിച്ചെടുക്കാം എന്നാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. റൂക്ക് D1 ചെക്ക്. നിരന്തരം ചെക്ക് നൽകുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സമനില ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. കിങ് C8 K8 എന്ന നീക്കം നടത്തുമ്പോൾ ഇനി റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുവാൻ സാധിക്കാത്ത ഒരു പൊസിഷനിലേക്ക് വൈറ്റിൻ്റെ കിങ്ങിനെ എത്തിക്കുവാൻ സാധിക്കുന്നു. റൂക്ക് A1 കിങ് പോണിനെ ബ്ലോക്ക് ചെയ്ത് നീക്കം നടത്തിയത് കൊണ്ട് റൂക്ക് A1 എന്ന നീക്കം നടത്തിക്കൊണ്ട് A5 പോണിനെ ആക്രമിക്കുന്നു. പോൺ A6 കിങ് F4. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് KF4 എന്ന നീക്കത്തിന് പകരം റൂക്ക് ക്രോസ് A6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് ടേക്സ് A6. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് B7 വൈറ്റ് KB7 എന്ന നീക്കം നടത്തുമ്പോൾ C7 പോണിന് ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാനുള്ള അവസരം ലഭിക്കുകയും കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. റൂക്ക് A1 റൂക്ക് A1 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ സംരക്ഷിക്കുന്നു. C8 സമം ക്യൂൻ. റൂക്ക് B1 ചെക്ക്. കിങ് A6 റൂക്ക് A1 ചെക്ക്. കിങ് B5 റൂക്ക് B1 ചെക്ക്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും C5 നീക്കം നടത്തുവാൻ വൈറ്റിന് സാധിക്കില്ല. കാരണം റൂക്ക് C1 എന്നൊരു ചെക്ക് നൽകുമ്പോൾ ഒരു സ്ക്യൂവറിലൂടെ വൈറ്റിൻ്റെ ക്യൂൻ നഷ്ടപ്പെടുന്നു. കിങ് A4 റൂക്ക് A1 ചെക്ക്. ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുന്ന സമയത്ത് വൈറ്റിൻ്റെ കിങ് റൂക്കിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റൂക്കിൻ്റെ അടുത്തേക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. കിങ് B3 റൂക്ക് B1 ചെക്ക്. കിങ് A2 വൈറ്റ് KA2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് E1. ഇനി ഈ പൊസിഷനിൽ ക്യൂനും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഇനി നമുക്ക് ബ്ലാക്കിൻ്റെ മൂന്നാമത്തെ നീക്കം R ക്രോസ് A6 എന്ന നീക്കത്തിന് പകരം കിങ് F4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് F4 ബ്ലാക്കിൻ്റെ കിങ്ങിനെ വൈറ്റിൻ്റെ കിങ്ങിൻ്റെയും പോണിൻ്റെയും അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുവാൻ ശ്രമിക്കുന്നു. കിങ് B7 റൂക്ക് B1 ചെക്ക്. കിങ് C6 റൂക്ക് C1 ചെക്ക്. കിങ് B6 വൈറ്റിൻ്റെ പോണുകളെ കിങ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് E5 പോൺ A7 ബ്ലാക്കിൻ്റെ റൂക്കിൻ്റെ ആക്രമണമില്ലാതെ A8 അല്ലെങ്കിൽ C8 ഇവയിൽ ഏതെങ്കിലും ഒരു നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ വൈറ്റിന് ഒരു ക്യൂവിനെ വാഴിച്ചെടുക്കുവാൻ സാധിക്കുന്നു. കിങ് D6 ഈ ഒരു പൊസിഷനിലെ ബ്ലാക്കിൻ്റെ വളരെ മഹത്തായ ഒരു നീക്കമാണ് KD6.
കാരണം ഈ ഒരു പൊസിഷനിൽ തൊട്ടടുത്ത നീക്കത്തിൽ വൈറ്റിന് ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുന്നു. H സമം ക്യൂൻ, റൂക്ക് B1 ചെക്ക്, കിങ് B7. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് KA5 എന്ന നീക്കം നടത്തുവാൻ സാധിക്കില്ല. ഒരു സ്റ്റൂവറിലൂടെ പൂർണ്ണമായും വൈറ്റിൻ്റെ ക്യൂൻ നഷ്ടപ്പെടുന്നു. പിന്നീട് ബ്ലാക്കിന് റോക്കും കിങ്ങും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്നു. റൂക്ക് A1 ചെക്ക്, കിങ് B7. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ക്രോസ് A8, കിങ് ക്രോസ് A8, കിങ് ക്രോസ് C7. ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു ക്യൂൻ ഉണ്ടായിരുന്നിട്ട് പോലും നിഷ്പ്രയാസം ബ്ലാക്കിന് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് വൈറ്റിൻ്റെ നാലാമത്തെ നീക്കം KB7 എന്ന നീക്കത്തിന് പകരം KD7 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് D7, C8 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ വൈറ്റിനൊരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുന്നു. റൂക്ക് D1 ചെക്ക്, കിങ് E8, റൂക്ക് E1 ചെക്ക്. വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് F5ലേക്ക് നീക്കം നടത്തുവാൻ സാധിച്ചാൽ F4ൽ ബ്ലാക്കിൻ്റെ കിങ് ഉള്ളത് കൊണ്ട് റൂക്കിൻ്റെ ചെക്കിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടും എന്നുള്ളതാണ്. കിങ് F8. ബ്ലാക്ക് ഈ ഒരു സാഹചര്യത്തിൽ വളരെ മനോഹരമായ മറ്റൊരു നീക്കമാണ് നടത്തുന്നത്. റൂക്ക് H1, C8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ക്യൂവിനെ വാഴിച്ചെടുത്താൽ റൂക്ക് H8 എന്ന ചെക്ക് നൽകിക്കൊണ്ട് ഒരു സ്ക്യൂവറിലൂടെ വൈറ്റിൻ്റെ ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. A7, റൂക്ക് H8 ചെക്ക്, കിങ് E7, റൂക്ക് A8, കിങ് D6, KC6, KB7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുകയും 8th റാങ്കിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കിക്കൊണ്ട് പോൺ പ്രൊമോഷൻ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. കിങ് F5. ബ്ലാക്ക് കിങ്ങിനെ വൈറ്റിൻ്റെ പോണുകളുടെ അടുത്തേക്ക് നീക്കം നടത്തുന്നു. കിങ് C6, കിങ് E6, കിങ് B7. ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം വളരെ രസകരമായിരുന്നു. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തുവാൻ ശ്രമിക്കുക. കിങ് D7, KD7 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. കിങ് ക്രോസ് A8, കിങ് C8, സ്റ്റേൽമേറ്റ്. റൂക്ക് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് വിജയിക്കുകയാണ് ഉണ്ടായത്. വൈറ്റ് വിജയിക്കുന്നതിന് വേണ്ടി വൈറ്റ് ചെയ്ത തന്ത്രപ്രധാനമായ നീക്കങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പോൺ A6. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളതാണ് പോൺ ഉപയോഗിച്ചുകൊണ്ട് C7 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ കിങ്ങിൻ്റെ സംരക്ഷണത്തിലാവുകയും ഒരു നീക്കം കൂടി നടത്തുവാൻ സാധിച്ചാൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത്. എന്നാൽ ഈ പൊസിഷനിലെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് A6 എന്ന നീക്കം നടത്തുകയായിരുന്നു. കാരണം ഇപ്പോൾ 2 പോണുകൾക്ക് 7th റാങ്കിലേക്ക് നീക്കം നടത്തുവാൻ സാധിക്കുകയും വൈറ്റിൻ്റെ കിങ്ങിന് വളരെ പെട്ടെന്ന് തന്നെ 2 പോണുകളെയും സംരക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. റൂക്ക് D1 ചെക്ക്, കിങ് C7. വൈറ്റിൻ്റെ കിങ്ങിനെ B5ൽ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്നാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. റൂക്ക് A1, റൂക്ക് A1 എന്ന നീക്കം നടത്തിക്കൊണ്ട് A6ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. കിങ് B7, കിങ് B7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് A5ലായതുകൊണ്ട് C6ൽ ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് 2 നീക്കങ്ങൾ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുന്നു. റൂക്ക് B1 ചെക്ക്. ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് നിരന്തരമായ ചെക്ക് നൽകിക്കൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്.
കിങ് A8, A6 ഇരിക്കുന്ന പോണിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു നീക്കം നടത്തുന്നു. റൂക്ക് C1, C6 ഇരിക്കുന്ന പോണിന് കിങ്ങിൻ്റെ സംരക്ഷണമില്ല എന്നതുകൊണ്ട് ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് C6 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാറുള്ളത് കിങ് ഉപയോഗിച്ചുകൊണ്ട് C6 ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ കിങ് ഉപയോഗിച്ചുകൊണ്ട് C6 ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നതിന് പകരം വളരെ മനോഹരമായ ഒരു നീക്കം നടത്തുകയായിരുന്നു. പോൺ A7 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്ക് വളരെയധികം ആശയക്കുഴപ്പത്തിലാകുന്നു. പോണിനെ സാക്രിഫൈസ് ചെയ്യുകയാണ് ഇപ്പോൾ വൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ വെട്ടിയെടുത്താൽ അതിലും വലിയ ഒരു അപകടമാണ് ഒളിച്ചിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ അഞ്ചാമത്തെ നീക്കത്തിൽ റൂക്ക് ടേക്ക് C6 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. റൂക്ക് ടേക്ക് C6, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് B7, KB7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ ആക്രമിക്കുകയും A7 ഇരിക്കുന്ന പോണിനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുവാനും വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് C1 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ സംരക്ഷിക്കുന്നു. 8 Q1. ഇനി ഈ പൊസിഷനിൽ കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. കിങ് F4, ബ്ലാക്ക് C6 ഇരിക്കുന്ന പോണിനെ ആക്രമിക്കാം എന്ന ലക്ഷ്യവുമായി KF4 എന്ന നീക്കം നടത്തുന്നു. കിങ് B7 എന്ന നീക്കം നടത്തിക്കൊണ്ട് A5 ഇരിക്കുന്ന പോണിനെ പ്രൊമോട്ട് ചെയ്യുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നു. റൂക്ക് B1 ചെക്ക്, കിങ് A6, റൂക്ക് A1 ചെക്ക്, കിങ് B6. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് A7 C6 ഇരിക്കുന്ന പോണിന് സംരക്ഷണം നൽകുന്നു. റൂക്ക് B1, കിങ് C5. ഈ ഒരു പൊസിഷനിൽ A7 ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കൽ നിർബന്ധമല്ല. റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് A7 ഇരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ C6 ഇരിക്കുന്ന പോണിനെ പ്രൊമോട്ട് ചെയ്യുവാനുള്ള ഒരു അവസരം വൈറ്റിന് ലഭിക്കും. റൂക്ക് C1 ചെക്ക്, കിങ് B4. വൈറ്റിൻ്റെ കിങ് റൂക്കിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യവുമായി റൂക്കിൻ്റെ അടുത്തേക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. റൂക്ക് B1 ചെക്ക്, കിങ് C3, റൂക്ക് A1, പോൺ C7. റൂക്ക് A1 എന്ന നീക്കം നടത്തുമ്പോൾ പോൺ C7 എന്ന നീക്കം നടത്തുവാനുള്ള ഒരു അവസരം വൈറ്റിന് ലഭിക്കുന്നു. കിങ് E5, വൈറ്റിന് C8 എന്ന സ്ക്വയറിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കില്ല. കാരണം പോൺ പ്രൊമോഷൻ നടക്കുകയാണെങ്കിൽ റൂക്ക് C1 എന്നൊരു ചെക്ക് നൽകുമ്പോൾ ഒരു സ്ക്യൂവറിലൂടെ C8 ഇരിക്കുന്ന ക്യൂനിനെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കും. കിങ് B2, C1 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി KB2 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് ക്രോസ് A7, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് A7 ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുന്നു. C8 ക്യൂൻ. ഇനി കിങ്ങും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.